കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ +2 ലൈഫ് അവസാനിക്കും. ബയോളജിക്കാർക്ക് ഇനി 2 എക്സാമും അതേപോലെ തന്നെ CS-കാർക്ക് ഇനി ഒരു എക്സാമും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം +2ന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. ഇനി വരുന്ന ഒരു മന്ത് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ വരുന്നുണ്ട്. നിങ്ങൾ ഒരുവിധം ആൾക്കാരെല്ലാം എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ എനിക്ക് പറയാനുള്ളത് 2026 കീം എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരോടാണ്. നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സിനോ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് എജ്യൂപോർട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും കീം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ക്രാഷ് പ്രോഗ്രാം നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. ബിക്കോസ് നിങ്ങളൊരു ക്രാഷ് അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ആ കീമിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും അതേപോലെ തന്നെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണും നിങ്ങൾ എങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായുള്ള ഐഡിയ കിട്ടും. ആൻഡ് അത് മാത്രമല്ല JEE നീറ്റ് പോലെയല്ല കീം. ആക്ച്വലി നിങ്ങൾ കുറച്ച് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നല്ല മാർക്കിൽ എത്തിയിട്ട് നിങ്ങൾക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ കീം എഴുതേണ്ടെന്നൊരു ആവശ്യമില്ല. ഈ വരാൻ പോകുന്ന 25 ദിവസം, അതായത് എക്സാം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന 25 ദിവസം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. ആ ഒരു ടൈമിന് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കേരളത്തിൽ ഒരു മികച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടും. അത് നിങ്ങളുടെ മാർക്ക് ബേസ് ചെയ്തുകൊണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, കീം നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ക്രാഷ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പം മാത്രമേ, അതായത് ഇതുവരെ നമ്മൾ +2 ആണ് പഠിച്ചത്. അപ്പോൾ ബോർഡ് ലെവലിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു എൻട്രൻസ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ മാറ്റങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല ക്രാഷ് കൊണ്ടുള്ള ഉദ്ദേശം. നിങ്ങൾക്ക് ഒരുപാട് പുതിയ ടൈപ്പ് കാര്യങ്ങളും കീമിൻ്റെ ക്വസ്റ്റ്യൻസും അതേപോലെ സിലബസിലുള്ള കുറച്ചുകൂടി അഡീഷണൽ ആയുള്ള കുറച്ച് കാര്യങ്ങളും എല്ലാം പഠിക്കണമെങ്കിൽ ഒരു ക്രാഷ് നിർബന്ധമാണ്. അപ്പോൾ എജ്യൂപോർട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തരികയാണ്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നിങ്ങൾക്ക് എജ്യൂപോർട്ടിൻ്റെ കൂടെ ക്രാഷ് പ്രോഗ്രാമിന് കീമിന് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സീറ്റ് ഉറപ്പിക്കാം. ആൻഡ് വെറുതെ ഉറപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രം കേട്ടോ. അതിന് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് പ്രധാനപ്പെട്ട കാര്യം അതല്ല, നിങ്ങൾക്ക് 100% ഫ്രീ ആയിട്ട് എജ്യൂപോർട്ടിൻ്റെ കൂടെ ക്രാഷ് പ്രോഗ്രാമിന് എജ്യൂപോർട്ടിൽ ക്രാഷ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാം. അതിനുള്ളൊരു ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് +1 മാർക്ക്, നിങ്ങളുടെ +1 മാർക്ക് ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ഉള്ളത്. നിങ്ങൾക്ക് +1ൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിൽ 240ൽ 240 മാർക്കും അല്ലെങ്കിൽ 239 മാർക്കും ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫീകളും ഫ്രീയാണ്. കോഴ്സ് ഫീ, മെറ്റീരിയൽ, രജിസ്ട്രേഷൻ ആൻഡ് ഹോസ്റ്റൽ ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് 238 ആണെങ്കിൽ 90% കോഴ്സ് ഫീ നിങ്ങൾക്ക് ഫ്രീ ആണ്. 236, 237 ആണ് നിങ്ങൾക്ക് ഈ 3 വിഷയങ്ങളിലൂടെയും കൂട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് 75% കോഴ്സ് ഫീ ഫ്രീ ആണ്. അതേപോലെ 231 മുതൽ 235 വരെ ആണെങ്കിൽ 50%, 221ൻ്റെ 230ൻ്റെ ഇടയിലാണെങ്കിൽ 30%, 201 മുതൽ 220 വരെ ആണെങ്കിൽ 20%, 180 മുതൽ 200 വരെ ആണെങ്കിൽ 10% കോഴ്സ് ഫീയിൽ ഇളവുണ്ട്. അപ്പോൾ ഇത് മറക്കണ്ട, ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾ ഇതിന് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്രാഷ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൂടെ. ഈ ഓഫർ ഓൺലൈനിലും അവൈലബിൾ ആണ്, ഓഫ്ലൈനിലും അവൈലബിൾ ആണ്. ഇതൊരു ഓഫർ അല്ല, ആക്ച്വലി ഇത് നിങ്ങൾക്ക് തരുന്നൊരു സ്കോളർഷിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. ഫ്രീ ആയിട്ട് പഠിക്കേണ്ട ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ എങ്ങനെ ഇതിലേക്ക് ഞങ്ങൾ എത്തും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒരു രജിസ്ട്രേഷൻ ഫോം കൊടുക്കാം, ഒരു ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ മാർക്കും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുക. ഓക്കെ, എങ്കിൽ മാർക്കും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡാറ്റാസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്താൽ മതി. ബാക്കി നമ്മളെ ടീം നിങ്ങളെ കണക്ട് ചെയ്യും. അപ്പോൾ കീം എഴുതുന്നുണ്ടെങ്കിൽ ഒരു ക്രാഷ് പ്രോഗ്രാം എന്തായാലും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ വെരി ഓൾ ദ ബെസ്റ്റ്, ബൈ.